സ്നേഹം നിറയട്ടെ. ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം സമയത്തെക്കുറിച്ചാണ്. അതായത് തിരിച്ചു കിട്ടാത്ത നിധിയായ സമയത്തെക്കുറിച്ച്. ലോകത്തിലെ ഏറ്റവും വിലയേറിയതും എന്നാൽ ഏറ്റവും നമ്മൾ വില കുറച്ച് കാണുന്നതുമായ ഒരു കാര്യം എന്ന് പറയുന്നത് സമയമാണ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര കോടി ഉണ്ടെങ്കിലും നമുക്ക് ഒരു സെക്കൻഡ് സമയം കൂടി വാങ്ങാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. കാരണം ഈ സമയം നമുക്ക് ഒരിക്കലും എങ്ങും നിന്നും വാങ്ങാൻ പറ്റുന്നതല്ല. ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും 24 മണിക്കൂർ മാത്രമാണ് ഉള്ളത്. ഇപ്പോൾ പ്രധാനമന്ത്രിക്കായാലും 24 മണിക്കൂറേ ഉള്ളൂ, ഒരു പാവപ്പെട്ടവനായാലും 24 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ വ്യത്യാസം എന്താ? അവർ ആ 24 മണിക്കൂറിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത്? രാവിലെ എണീക്കുന്നു, ഫോൺ തുറക്കുന്നു, എന്നിട്ട് 1 മണിക്കൂർ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നു. അപ്പോൾ സമയം പോകുന്നത് ഇങ്ങനെ അറിയാതെ പോവുകയാണ്. വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ചോദിക്കുവാണ് നമ്മളോട് തന്നെ, ഇന്ന് ഞാൻ എന്താ നേടിയത്? ഉത്തരം സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. സുഹൃത്തുക്കളെ, സമയമെന്ന് പറയുന്നത് മണലാണ്. കൈ മുറുക്കി പിടിച്ചാൽ എത്രയും വേഗം അത് ഊർന്നിറങ്ങും. അയഞ്ഞു വിട്ടാൽ അത്രയും ഇതിൽ പോയി കളയും നമ്മുടെ കയ്യിൽ നിന്ന്. അപ്പം നമുക്കൊക്കെ ഒരു സ്വപ്നം ഉണ്ടായിരിക്കണം. നമ്മുടെ സ്വപ്നം എന്താണ്? യൂട്യൂബർ ആവുകയാണോ? ബിസിനസ് ചെയ്യണോ? നല്ല ജോലി കിട്ടണോ? അല്ലെങ്കിൽ നന്നായി പഠിച്ച് സ്കോർ നേടണോ? അതിനായി നമ്മൾ എന്ത് ചെയ്തു? നാളെ തുടങ്ങാം എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? നാളെ എന്നൊരു ദിവസം കലണ്ടറിലുണ്ടോ? ഇല്ല. ഉള്ളത് ഇന്ന് മാത്രമാണ്, ഇപ്പോൾ മാത്രമാണ്. ഇപ്പം ഞാൻ ഒരു ചെറിയ കഥ നിങ്ങളോട് പറയാം. അപ്പോൾ ഒരു മാസ്റ്റർ തൻ്റെ ശിഷ്യനോട് ചോദിച്ചു, 1 മിനിറ്റിൽ എത്ര സെക്കൻഡ് ഉണ്ടെന്ന്. അപ്പോൾ ശിഷ്യൻ പറയുവാണ് 60 എന്ന് പറഞ്ഞു. ശരിയാണ്, 1 മിനിറ്റിൽ 60 സെക്കൻഡാണുള്ളത്. മാസ്റ്റർ ചോദിച്ചു, അതിലെത്ര അവസരങ്ങളുണ്ട്? അപ്പോൾ ശിഷ്യൻ മിണ്ടുന്നില്ല. കാരണം മാസ്റ്റർ പറഞ്ഞു, 60 എണ്ണം. ഓരോ സെക്കൻഡിലും നിനക്ക് നിൻ്റെ ജീവിതത്തെ മാറ്റാൻ പറ്റും. അപ്പോൾ 60 സെക്കൻഡുകളും 60 അവസരങ്ങളാണ്. അതെ, ഒരു ഡിസിഷൻ, ഒരു കോൾ, ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, ഒരു പുസ്തകം തുറക്കുന്നത്, ഇതൊക്കെ 60 സെക്കൻഡിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ സമയം പാഴാക്കുന്നത് 3 കാര്യങ്ങൾക്കാണ്. 1, പഴയതിനെക്കുറിച്ച് വിചാരിച്ച് കരയാൻ. സത്യമല്ലേ? നമ്മൾ ഒരു ദിവസമെങ്കിലും വിഷമിക്കാതിരിക്കുമോ? പഴയ കാര്യങ്ങളൊക്കെ, അവൾ എന്നെ അങ്ങനെ പറഞ്ഞു, അവൻ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, ഇത് പറഞ്ഞ് ഓർത്ത് കരഞ്ഞ് നമ്മൾ ദിവസങ്ങൾ കളയാറുണ്ട്. 2, ഭാവിയെക്കുറിച്ച് പേടിച്ച് വിറയ്ക്കാൻ. നമ്മൾ ഫ്യൂച്ചറിൽ ഇനി ഇങ്ങനെയാകുമോ അങ്ങനെയാകുമോ, ഒന്നും സംഭവിച്ചിട്ടേ ഇല്ല, അതിന് മുമ്പേ നമ്മളങ്ങ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് അല്ലേ. 3, നമുക്കെല്ലാവർക്കും ഉള്ളൊരു വിഷയമാണ് മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് ഓർത്ത് നോക്കിയേ, മറ്റുള്ളവർ എന്തും വിചാരിക്കട്ടെ, ഇവയൊന്നും നമ്മളുടെ സമയത്തിന് അർഹതയുള്ളവരല്ലല്ലോ. ആണോ? നോക്കൂ, നമ്മൾ തോമസ് ആൽവ എഡിസണെ എടുത്താൽ അദ്ദേഹം ദിവസം 4 മണിക്കൂർ മാത്രമേ ഉറങ്ങിയിരുന്നുള്ളൂ എന്നുള്ളതാണ്. ബാക്കി 20 മണിക്കൂറും അദ്ദേഹം പരീക്ഷണങ്ങൾക്കായിട്ട് വെച്ചിരുന്നു. അതുകൊണ്ടാണ് ലോകം ഇന്ന് വെളിച്ചത്തിലായത്. നമ്മളൊക്കെ വെളിച്ചം ഉപയോഗിച്ച് തുടങ്ങി. ബൾബ് എന്ന് പറഞ്ഞ കണ്ടുപിടുത്തം നടത്തിയ തോമസ് ആൽവ എഡിസണെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് APJ അബ്ദുൾ കലാം സാറ്, നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന, നമുക്ക് ഏറെ പ്രിയപ്പെട്ട നമ്മുടെ അബ്ദുൾ കലാം സാറ്, അദ്ദേഹം രാത്രി 2 മണി വരെ വായിക്കുമായിരുന്നു. സമയത്തെ അദ്ദേഹം എന്നും ബഹുമാനിച്ചിരുന്നു. ബഹുമാനിച്ചിരുന്നത് കൊണ്ട് അദ്ദേഹം എന്നും രാഷ്ട്രപതി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള പ്രായവും ഉണ്ട്. അപ്പോൾ പോലും അദ്ദേഹം 2 മണി വരെ ഇരുന്ന് പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു എന്നുള്ളതാണ്. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി, ലോകം കീഴടക്കിയ ചക്രവർത്തി, അദ്ദേഹം ഓരോ യുദ്ധഭൂമിയിൽ പോകുമ്പോഴും ഒരു വണ്ടി കൈപ്പുസ്തകങ്ങളുമായിട്ടാണ് പോകുന്നത്. ഈ യുദ്ധത്തിൻ്റെ ഇടവേളകളിലെല്ലാം പുസ്തകങ്ങൾ വായിക്കുകയാണ് ചെയ്തിരുന്നത്. ഓരോ രാജ്യത്തിനെക്കുറിച്ചും അതിൻ്റെ എങ്ങനെ ആ രാജ്യത്ത് കയറിപ്പറ്റാം, അതിൻ്റെ അതിരുകളെക്കുറിച്ചും എല്ലാം നല്ല രീതിയിലുള്ള ബോധം ഉൾക്കൊണ്ടതിന് ശേഷമാണ് അലക്സാണ്ടർ ചക്രവർത്തി ലോകം കീഴടക്കാനായി ഇറങ്ങിയത്. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ ടൈം നോക്ക്. ദിവസം
4 മണിക്കൂർ, ഒരു വർഷം എന്ന് പറയുമ്പം 1460 മണിക്കൂർ, അതായത് 60 ദിവസം. 2 മാസം നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു വർഷത്തിൽ 2 മാസം നമ്മൾ ഫോണിലാണ്. ആ 2 മാസം കൊണ്ട് നമുക്കൊരു പുതിയ സ്കില്ല് പഠിച്ചുകൂടെ, ഒരു ചാനൽ ഗ്രോ ചെയ്തുകൂടെ, ഒരു പുസ്തകം എഴുതിക്കൂടെ? അപ്പോൾ തീരുമാനം എടുക്കേണ്ടത് നമ്മളാണ്.